ആദ്യമായിട്ട് പറയാനുള്ളത് 12-ാം തീയതി പാലക്കാട് മറ്റേ SP-ക്ക് കോൺഗ്രസ് കമ്മിറ്റി ഒരു പരാതി കൊടുത്തു. രാഹുൽ മാങ്കുട്ടത്തിൻ്റെ കാല് കുത്താൻ അനുവദിക്കില്ല എന്ന പ്രസ്താവനയ്ക്കെതിരായിട്ട് അടിയന്തരമായി കേസെടുത്ത് വേണ്ട നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് നാളിതുവരെയുമായി പോലീസ് അതിൽ കേസെടുത്തില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇന്നലെ രാഹുൽ മാങ്കുട്ടത്തിൻ്റെ തല കൊയ്യും എന്ന് പറഞ്ഞ് പ്രസ്താവന നടത്തിയ ഒരു നേതാവിനെതിരായിട്ട് കൂടി നടപടിയെടുക്കണമെന്ന് പരാതി കൊടുക്കാൻ വന്നപ്പോഴാണ് അതിൻ്റെ മൊഴിയെടുത്ത് ഇന്നാണ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഒരു MLA-ക്കെതിരായിട്ട് ഒരു കൊലവിളി പ്രസംഗം നടത്തിയിട്ട് അതിനെതിരായ ഒരു കേസെടുക്കാൻ പോലും പാലക്കാട്ടെ പോലീസ് തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. പിന്നെ ഈ സർവകക്ഷി യോഗത്തിൻ്റെ കാര്യം പറയും. ഈ സർവകക്ഷി യോഗം ഞങ്ങളെ വിളിച്ചിട്ടില്ല. സർവകക്ഷി യോഗം എന്നൊരു യോഗം ഇന്നിവിടെ നടന്നിട്ടുമില്ല. കാരണം ഞങ്ങൾക്ക് തന്ന നോട്ടീസ് പ്രകാരം പാലക്കാട് നഗരത്തിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിന് വേണ്ടി ഒരു യോഗം വിളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ ചർച്ചയിൽ പങ്കെടുക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്നലെ ബഹുമാനപ്പെട്ട രാഹുൽ മാങ്കുട്ട് MLA തന്നെ പറഞ്ഞിട്ടുണ്ട്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് വിളിക്കുന്ന ചർച്ചയിൽ പങ്കെടുത്ത് BJP-യുമായി ഒരു ചർച്ച നടത്തി ചായയും ബിസ്ക്കറ്റും കഴിക്കാനല്ല ഞങ്ങൾ വരുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ചർച്ചയ്ക്ക് ഞങ്ങളില്ല. സർവകക്ഷി യോഗമാണെങ്കിൽ ഞങ്ങൾ പങ്കെടുക്കും എന്ന് ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇന്ന് ഞങ്ങൾ വിളിച്ച ചർച്ച അതുകൊണ്ടാണ് യോഗമല്ല, കാരണം വിളിച്ചത് ചർച്ചയാണ്. അപ്പോൾ BJP-യുമായി ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ആദ്യം ഞങ്ങളുടെ MLA-ക്കെതിരെ അല്ല, ഞങ്ങൾക്ക് തന്നത് നോട്ടീസ് പ്രകാരം ചർച്ച എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സർവകക്ഷി യോഗം എന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ തെളിവ് വേണമെങ്കിൽ ഞങ്ങൾ കാണിച്ചു തരാം. ഇന്നാണ് MLA-ക്കെതിരല്ല, MLA കൊലവിളി നടത്തിയ 12-ാം തീയതി കൊടുത്ത പരാതിയിൽ ഇന്നാണ് കേസെടുത്തിട്ടുള്ളത്. അതെ, ഇത് എനിക്ക് തോന്നുന്നു ഇന്നലത്തെ നോട്ടീസ് കൊടുത്തത് ആഭ്യന്തര വകുപ്പിൻ്റെ കൂടെ നിർദ്ദേശപ്രകാരമാണെന്ന് ന്യായമായി ഞങ്ങൾ സംശയിക്കുക. കാരണം പാലക്കാട്ടെ സമാധാന അന്തരീക്ഷം തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന BJP-ക്കെതിരായി ഒരു നടപടിയും സ്വീകരിക്കാതെ, ഇത്രയും കൊലവിളി പ്രസംഗം നടത്തിയ ആളുകൾക്കെതിരായിട്ട് ഒരു നടപടി സ്വീകരിക്കാതെ ഈ 5 ദിവസമായിട്ട് കാത്തിരുന്ന് ഇന്നാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായിട്ടുള്ളത്. ഒരു സാധാരണക്കാരൻ്റെ അവസ്ഥ പാലക്കാട് എന്തായിരിക്കും എന്നുള്ളതാണ് ഞങ്ങൾക്ക് ചോദിക്കാറുള്ളത്. പരസ്പരം രാഷ്ട്രീയ പാർട്ടികളുടെ ഓഫീസിലേക്ക് ഇങ്ങനെ സമരം വരുന്നു, അത് അനുസരിച്ച് ക്രമസമാധാനത്തിൽ പ്രശ്നമുണ്ടെന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അപ്പോൾ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ഒരു സമാധാന ചർച്ചയിൽ പങ്കെടുക്കുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തം. ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളായിട്ട് സമാധാന ഭംഗം പാലക്കാട് ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ ഒരു ഹെഡ്ഗേ വാറിൻ്റെ പേര് വെച്ചുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭാ ഓഫീസിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച് നടത്തി. ആ പ്രതിഷേധ മാർച്ചിലുണ്ടായ ഒരു ചെറിയ പ്രശ്നം, അത് കഴിഞ്ഞ് അന്ന് വൈകുന്നേരം തന്നെ BJP-യുടെ നേതൃത്വത്തിൽ പാലക്കാട് DCC ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ആ DCC ഓഫീസിലേക്ക് നടത്തിയ മാർച്ചും അന്ന് പോലീസ് തടഞ്ഞു. അന്ന് നടത്തിയ കൊലവിളി പ്രസംഗത്തിനെതിരായിട്ടാണ് ഞങ്ങൾ പരാതി കൊടുത്തത്. അതിലൊന്നും നടപടിയെടുത്തിട്ടില്ല. സമാധാന അന്തരീക്ഷം പാലക്കാട് ഉണ്ടാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. അത് ഇതുവരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് എവിടെയെങ്കിലും ഒരു കലാപാഹ്വാനോ ഇതുപോലുള്ള ഒരു പ്രവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് മനസ്സിലാക്കാം.